നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമർപ്പിച്ച പത്രിക തള്ളിയതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണ്. ഇന്ന് തന്നെ കോടതിയെ സമീപിക്കുമെന്നും സാന്ദ്ര തോമസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിർമ്മാതാക്കളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. സാന്ദ്രയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും ചെയ്തു. ഇന്ന് സാന്ദ്ര നിയമപരമായി നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. സാന്ദ്ര ഇന്നലെ മാധ്യമങ്ങളകത്ത് കയറ്റിയിരുന്നു. ഒപ്പം തന്നെ സാന്ദ്രയുടെ പത്രിക തള്ളുകയും ചെയ്തു. വരണാധികാരി തന്നെയാണ് പറയുന്നത് സാന്ദ്ര ഇത്ര പടം പിടിച്ചിട്ടില്ലെന്ന്. യഥാർത്ഥത്തിൽ വരണാധികാരിക്ക് അങ്ങനെ പറയാമായിരുന്നു, മാധ്യമങ്ങളെ അകത്ത് കയറ്റാമായിരുന്നു. ഇതൊക്കെ എന്താണ് ഇതിന്റെ പുറകിലുണ്ടായിരുന്നത്? അതൊക്കെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അത് വളരെ എവിഡന്റ് ആണല്ലോ. ഇപ്പൊ കേരളത്തിലെ സമൂഹത്തിന് മുഴുവൻ അത് മനസ്സിലായി എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. അപ്പം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നെ നാണം കെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മാധ്യമങ്ങളെ എല്ലാം അകത്ത് കയറ്റിയതും. ശരിക്കും ഏതെങ്കിലും ഒരു സ്ക്രൂട്ടിനിക്ക് ഇന്ന് വരെ ഏതെങ്കിലും ഒരു അസോസിയേഷൻ ഇത്രയും മാധ്യമങ്ങളെ അകത്ത് കയറ്റിയിട്ടുണ്ടോ? കൂടാതെ ഇതെല്ലാം ലൈവായി എല്ലാ ചാനലുകളിലും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനതിനെ എതിർക്കുമെന്ന് അവർക്കറിയായിരുന്നു, അത് അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് പൊതുസമൂഹം കാണട്ടെ എന്നുള്ള, അപ്പോൾ അത് കൂടാതെ അവരൊരു വലിയ നാടകവും അവിടെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ നാടകം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബി രാകേഷ് പോലെയുള്ള വ്യക്തികൾ, ഒരു സംസ്കാരശൂന്യനായ വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അവിടെ നിന്ന് പറയാണ്, ആദ്യം സ്വന്തം പേരിൽ പടം എടുത്ത് കാണിക്കാൻ, വെല്ലോന്റെ പടം കൊണ്ട് കാണിക്കരുത്. ഇവിടെ കേരള സമൂഹത്തിന്, ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എത്ര സിനിമകൾ ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന്. അതിന്റെ കാരണം എൻ്റെ ഗതികേടിൻ്റെയും കൂടെ ഭാഗമായിട്ട് പല സിനിമകൾക്കും പ്രൊമോഷന് വരെ ഞാൻ പോയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാ പടത്തിനും ഞാൻ പ്രൊമോഷനും എല്ലാത്തിനും, ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തതാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് പോലും എന്നെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുത്താനും മാത്രവുമല്ല, അവിടെ എന്നെ പോലെ ഒരാളെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം അവരെ തിരിച്ച് ചോദ്യം ചെയ്യുന്ന, അവരുടെ അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവർ പല മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സാങ്കേതികമായി എന്നെ തള്ളാനുള്ള ഒരു കാരണങ്ങളും അവിടെ ഇല്ല. എന്തായിരിക്കും സാന്ദ്രയുടെ ഒരു മുന്നോട്ട് പോക്ക്? തീർച്ചയായിട്ടും നിയമ നടപടികൾ 100% മെറിറ്റ് ഉള്ള ഒരു കേസല്ലേ ഇത്. ഇത് കണ്ടുവരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം 100% മെറിറ്റ് ഉള്ള ഒരു കേസിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തന്നെ കോടതിയെ സമീപിക്കും. മാത്രവുമല്ല, ഇതിനു മുമ്പ് തന്നെ ഈ പത്രിക തള്ളുമെന്നും ഇൻഫോർമലായി എല്ലാ മീഡിയക്കാരെയും ബൈലോയിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവർ വളച്ചു തിരിച്ച് ഇങ്ങനെ ഒരു സാധനം അയക്കുകയും എല്ലാ മീഡിയക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ തന്നെ ഞാനത് പ്രതികരിക്കുകയും ഞാൻ കോടതിയെ സമീപിക്കുകയും ഞാൻ ഈ പറയുന്ന ഇപ്പോൾ വരണാധികാരി എന്ന് പറയുന്നു, വരണാധികാരി ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അവിടെയാണ് അസോസിയേഷൻ്റെ മാടമ്പികളായ ആസ്ഥാന ഗുണ്ടകളായ സിയാദ് കോക്കറും സുരേഷ് കുമാറും പ്രതികരിക്കുന്നത്. കാര്യം വരണാധികാരിക്ക് സംസാരിക്കാനൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമില്ല. ഒരു വക്കീലായ അദ്ദേഹത്തിന് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ന്യായം പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ലോ പോയിന്റ്സ് പറയാൻ പറ്റുന്നില്ല? അത് തന്നെയാണ്. എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് സാന്ദ്ര അറിയിക്കുന്നത്.